സൗദിയിൽ വിവിധ കമ്പനികളിൽ ജോലി ചെയ്യുന്ന എഞ്ചിനീയർമാർക്ക് അടുത്ത മാസം മുതൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്ന് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ. എഞ്ചിനീയർമാർക്ക് പുറമെ എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് സ്ഥാപനങ്ങൾക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തും. ജോലിക്കിടെ ഉണ്ടാകുന്ന പിഴവുകൾക്കും മറ്റും നഷ്ടപരിഹാരം നൽകുന്നതിനു വേണ്ടിയാണ് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നത്. അടുത്ത മാസം മുതൽ തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സൗദി എഞ്ചിനീയറിംഗ് കൗൺസിൽ മേധാവി ജമീൽ അൽ ബഗ്വി പറഞ്ഞു. എഞ്ചിനീയർമാർക്ക് വർഷത്തിൽ 250 റിയാലും കൺസൾട്ടിംഗ് സൂപ്പർവൈസറിംഗ് സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ 1800 റിയാലുമാണ് പോളിസി തുക. വിദേശി എഞ്ചിനീയർമാർക്കും നിയമം ബാധകമാണ്. നിർമ്മാണത്തിലെയും ജോലിയിലെയും പിഴവ് മൂലം എഞ്ചിനീയർമാർക്കും എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെ നഷ്ടപരിഹാരത്തിന് അന്യായം ഫയൽ ചെയ്യാറുണ്ട്. വൻതുക നഷ്ടപരിഹാരം നൽകുന്നത് എഞ്ചിനീയർമാർക്ക് പ്രയാസമാകുമെന്നതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ ആശ്വാസകരമാകും. ഡോക്ടർമാർക്കും ആരോഗ്യമേഖലയിലെ ടെക്നീഷ്യന്മാർക്കുമെല്ലാം ഇത്തരം ഇൻഷുറൻസ് പദ്ധതി സൗദി നേരത്തെ നിർബന്ധമാക്കിയിരുന്നു. ചികിത്സാ പിഴവ് മൂലമുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനു വേണ്ടിയാണിത്. സമാനമായ രീതിയിലാണ് എഞ്ചിനീയർമാർക്കും ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, ജിദ്ദ. ഒമാനിൽ മരുന്ന് വിലയിൽ കുറവ് വരുത്താനുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നു. ജൂൺ 1 മുതൽ മരുന്നുകൾക്ക് വില കുറയും. നേരത്തെ 2 തവണ മാറ്റിവെച്ച തീരുമാനമാണ് മന്ത്രാലയം ഇപ്പോൾ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. വില നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെട്ട മരുന്നുകളുടെ വിലയിൽ കുറവ് വരുത്തുന്നത് സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം സ്വകാര്യ ഫാർമസികൾക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട്. വില പുനർനിർണയിക്കുന്നതോടെ ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, ആസ്മ എന്നിവയ്ക്കുള്ള മരുന്നുകളുടെ വിലയിൽ 10% വരെ കുറവ് വരും. പട്ടികയിലുള്ള മുഴുവൻ മരുന്നുകളുടെയും പുതുക്കിയ വില ഓൺലൈൻ വഴി പ്രസിദ്ധീകരിക്കും. സ്ഥാപനങ്ങൾ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മരുന്നുകളുടെ വില ഏകീകരിക്കുന്നതിന്റെ നടപടികളുടെ ഭാഗമായാണ് വില കുറക്കുന്നത്. ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഇടലാഭത്തിൽ കുറവ് വരുത്തിയാണ് വിലക്കുറവ് നടപ്പിൽ വരുത്തുക. നിലവിൽ 55% വരെ ഇടലാഭം ഇറക്കുമതി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ലഭിക്കുന്നുണ്ട്. മരുന്നുകളുടെ വിലയിൽ കുറവ് വരുത്തുന്നതോടെ ഇത് 45% കുറയും. ശ്വാസകോശ രോഗങ്ങൾ, പകർച്ചവ്യാധി, ഗൈനക്കോളജി, മൂത്രാശയ രോഗങ്ങൾ, പ്രതിരോധ മരുന്നുകൾ, അനസ്തേഷ്യ, വേദനാ സംഹാരികൾ തുടങ്ങിയവയുടെ വിലയിൽ നേരത്തെ കുറവ് വരുത്തിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഒമാൻ. ബഹ്റൈനിലെ ടെലികോം മേഖലയിൽ നിന്നുള്ള വരുമാനത്തിൽ വർധനവുണ്ടായതായി റിപ്പോർട്ട്. ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ വാർഷിക വിപണി സൂചിക റിപ്പോർട്ട് പ്രകാരമാണ് മേഖലയിലെ വളർച്ച കണക്കാക്കിയത്. ഏറ്റവും മികച്ച സേവനവും കുറഞ്ഞ നിരക്കുമാണ് ബഹ്റൈനിലെ ടെലികോം വ്യവസായ മേഖലയെ വളർച്ചയുടെ പാതയിലെത്തിക്കാൻ സഹായിച്ചത്. 2014 430 മില്യൺ ബഹ്റൈൻ ദിനാറായിരുന്ന ടെലികോം വരുമാനം 2015 450 മില്യൺ ദിനാറായി വർദ്ധിച്ചു. ലൈസൻസ്ഡ് വരുമാനത്തിൽ 5% കുറവും അൺലൈസൻസ്ഡ് വരുമാനത്തിൽ 88% വർധനവുമാണ് ഉണ്ടായിട്ടുള്ളത്. ലൈസൻസ്ഡ് വരുമാനം 2014 383 മില്യൺ ബഹ്റൈൻ ദിനാറിൽ നിന്നും 363 മില്യൺ ബഹ്റൈൻ ദിനാറായാണ് കുറഞ്ഞത്. അൺലൈസൻസ്ഡ് വരുമാനം 2014 47 മില്യൺ ബഹ്റൈൻ ദിനാറായിരുന്നത് 87.5 മില്യൺ ബഹ്റൈൻ ദിനാറായാണ് വർദ്ധിച്ചത്. ഫിക്സഡ് ടെലിഫോൺ വരിക്കാരുടെ എണ്ണം 2014 2.47 ലക്ഷം ഉണ്ടായിരുന്നത് 2015 2.42 ലക്ഷമായും 2016 മൂന്നാം പാദമായപ്പോഴേക്കും 2.41 ലക്ഷമായും കുറഞ്ഞു. ഫിക്സഡ് ടെലിഫോൺ വാർഷിക വരുമാനത്തിലും കുറവ് വന്നിട്ടുണ്ട്. 1 മില്യൺ ബഹ്റൈൻ ദിനാറിന്റെ കുറവാണ് 2014-2015 കാലയളവിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. ബ്രോഡ്ബാൻഡ് സബ്സ്ക്രിപ്ഷനിലും വൻ വർധനവുണ്ടായിട്ടുണ്ട്. 2015 145% ബ്രോഡ്ബാൻഡ് വ്യാപനവും 2 മില്യൺ വരിക്കാരുമാണുണ്ടായിരുന്നത്. എന്നാൽ 2016 മൂന്നാം പാദത്തിൽ 164% വ്യാപനവും 2.3 മില്യൺ വരിക്കാരുമായി ഉയർന്നു. ബഹ്റിന്റെ ആകെ GDPയുടെ 4% ടെലികോം മേഖലയിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണെന്ന് ടെലികോം കമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മാതൃഭൂമി ന്യൂസ്, ബഹ്റൈൻ. ബഹ്റൈനിൽ സ്വദേശികൾക്ക് വൈദ്യുതി നിരക്കിൽ കുറവ് വരുത്താനുള്ള നിയമ ഭേദഗതിക്ക് പാർലമെന്റ് അംഗങ്ങളുടെ അംഗീകാരം. ചെലവ് ചുരുക്കൽ, വരുമാനം വർദ്ധിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി 2015 മുതലാണ് സർക്കാർ ജലവൈദ്യുതി നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. സ്വദേശി ഗാർഹിക ഉപഭോക്താക്കൾക്ക് 3 ഫിൽസിൽ നിന്നും 2 ഫിൽസായും വാണിജ്യ വ്യവസായ ഉപഭോക്താക്കൾക്ക് 16 ഫിൽസിൽ നിന്നും 12 ഫിൽസായും ജലവൈദ്യുതി നിരക്ക് കുറയ്ക്കുന്നതിനാണ് പാർലമെന്റ് അംഗങ്ങളുടെ അനുമതി ലഭിച്ചത്. വെള്ളത്തിനും വൈദ്യുതിക്കുമുള്ള പ്രതിമാസ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് 2 ബഹ്റൈൻ ദിനാറിൽ നിന്നും 400 ഫിൽസ് വീതമായി കുറയ്ക്കുന്നതിനും വ്യവസ്ഥയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ, വരുമാനം വർദ്ധിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി സർക്കാർ സബ്സിഡികൾ പിൻവലിക്കുകയും വെള്ളം, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു.
ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്ന ജലവൈദ്യുതി നിരക്കുകൾ വിദേശി ഉപഭോക്താക്കൾ, ഒന്നിൽ കൂടുതൽ വീടുകളുള്ള ബഹ്റിനികൾ, വലിയ കമ്പനികൾ, വ്യവസായ വാണിജ്യ മേഖലകൾ എന്നിവരെയാണ് കൂടുതലും ബാധിക്കുന്നത്. ഇതിലൂടെ 4 വർഷം കൊണ്ട് സർക്കാരിന് 435.4 മില്യൺ ബഹ്റിൻ ദിനാർ ലാഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനധികൃതമായോ ക്രമവിരുദ്ധമായോ വൈദ്യുതി കണക്ഷൻ സ്വന്തമാക്കുന്നവർക്ക് 1000 ബഹ്റിൻ ദിനാർ വരെ പിഴ ചുമത്താനും നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് 2000 ബഹ്റിൻ ദിനാർ വരെ പിഴയും 3 മാസം വരെ തടവും വ്യവസ്ഥ ചെയ്യുന്ന നിയമ ഭേദഗതിക്ക് അനുകൂലമായും എംപിമാർ വോട്ട് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ബഹ്റിൻ. ആഡംബര വസ്ത്ര സൗന്ദര്യ വസ്തുക്കളുടെ പ്രദർശനമായ മോഡേൺ വിമൺ ഷോ ദുബായിൽ തുടങ്ങി. ട്രേഡ് സെന്ററിലെ സബീൽ 4-ൽ നടക്കുന്ന പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. ആധുനിക ലോകത്തെ സ്ത്രീകളുടെ ആഡംബര അനുഭവം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളുടെ വലിയ ശേഖരമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലെ സബീൽ 4 ഹാളിൽ തുടങ്ങിയിരിക്കുന്നത്. ദുബായ് മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ മുനാൽ മാറി മോഡേൺ വുമൺ ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക ദേശാന്തര മേഖലകളിൽ നിന്നുള്ള 80 പ്രദർശകരാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി എത്തിയിട്ടുള്ളത്. മുന്തിയ അറബ് വസ്ത്രങ്ങളുടെ വലിയ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവാഹ വസ്ത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പൂക്കൾ, ചോക്ലേറ്റുകൾ, കണ്ണടകൾ അങ്ങനെയുള്ളവയെല്ലാം മോഡേൺ വുമൺ ഷോയിലുണ്ട്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 10 വരെയാണ് പ്രദർശനം. സുമൻസ എക്സിബിഷൻസ് ആണ് ശനിയാഴ്ച രാത്രി വരെ നീളുന്ന പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. മാതൃഭൂമി ന്യൂസ്, ദുബായ്. UAE സാംസ്കാരിക തലസ്ഥാനമായ ഷാർജയിൽ കുട്ടികളുടെ വായനോത്സവ ദിനങ്ങൾക്ക് തുടക്കമായി. 9ാം തവണയാണ് ലോകത്തിലെ തന്നെ മികച്ച കുട്ടികളുടെ വായനോത്സവത്തിന് ഷാർജ വേദിയാവുന്നത്. അൽതവൂനിലെ എക്സ്പോ സെന്ററിലെ 11 ദിവസം നീണ്ടു നിൽക്കുന്ന വായനോത്സവം ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഉദ്ഘാടനം ചെയ്തത്. 2000-ൽ പരം സാംസ്കാരിക പരിപാടികൾ 11 ദിവസത്തെ വായനോത്സവത്തിന്റെ ഭാഗമായി ഷാർജയിൽ അരങ്ങേറും. UAE, ഇന്ത്യ ഉൾപ്പെടെയുള്ള 18 രാജ്യങ്ങളിൽ നിന്നായി 123 പ്രദർശകർ കുട്ടികളുടെ വായനോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കണ്ടുപിടുത്തങ്ങൾക്കപ്പുറം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് 9ാം തവണ വായനോത്സവം സംഘടിപ്പിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബുക്ക് വായിക്കുകയല്ല, എല്ലാം പ്രാക്ടിക്കലി ഇപ്പോൾ അങ്ങനെയാണല്ലോ പഠിക്കുന്നത് തന്നെ. സോ അവർക്കത് യൂസ്ഫുൾ ആയിട്ട് വരികയാണ്. ന്യൂ ജനറേഷൻ മെത്തേഡിലുള്ള ഒരു ഇതാണ്, അല്ലാതെ പാഠപുസ്തകത്തിൽ നിന്ന് അതീതമായിട്ട് അപ്പുറത്ത് നിന്നിട്ട് തന്നെ അവർക്ക് കണ്ടും കേട്ടും അവർ തന്നെ കളിച്ചും ചിരിച്ചും ഒക്കെ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. വായനയും വിജ്ഞാനവും പ്രദാനം ചെയ്യുന്ന പരിപാടിയിൽ അറബിക്, ഇംഗ്ലീഷ് ഭാഷാ പുസ്തകങ്ങളുടെ വിൽപ്പനയും, കുട്ടികളുടെ സംവാദം, ശില്പശാലകൾ, ബാലസാഹിത്യ കൃതികൾക്കായി വരച്ച ലോകരാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രപ്രദർശനം, സംഗീതം, പാചക മത്സരം, വിനോദ പരിപാടികൾ അങ്ങനെ എല്ലാം ഉണ്ട്. ഞാനിവിടെ ബലൂണ് കണ്ടു, പിന്നെ വരച്ച് പെയിന്റിങ് ചെയ്തു. പുസ്തക പഠനത്തിനപ്പുറമുള്ള കാര്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കിക്കാനും ഉപകരിക്കുന്ന നിരവധി ശില്പശാലകൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രവേശനം. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൊതുജനങ്ങളും സന്ദർശകരായി എത്തുന്ന വായനോത്സവത്തിൽ പ്രവേശനം സൗജന്യമാണ്. മാതൃഭൂമി ന്യൂസ്, ഷാർജ. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ സമ്മേളനം ഏപ്രിൽ 24 മുതൽ 26 വരെ ബഹ്റൈനിൽ നടക്കും. വിദ്യാഭ്യാസ പുരോഗതിയിൽ അധ്യാപകരുടെ പങ്ക് എന്ന വിഷയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും ഗവേഷകരും പങ്കെടുക്കും. വിദ്യാഭ്യാസ മേഖല അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളും അവ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. വടകര ഇസ്ലാമിക് വെൽഫെയർ അസോസിയേഷൻ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി നടത്തുന്ന സ്കൂൾ ആധുനിക സജ്ജീകരണങ്ങളോടെ വിപുലീകരിക്കുന്നു. വടകരയിലെ ഒരു കൂട്ടം ഖത്തർ നിവാസികൾ 93-ലാണ് സംഘടനയ്ക്ക് രൂപം നൽകിയത്. നിരാലംബരായവർക്ക് മാസാന്ത സഹായം, ബധിരമൂക കുട്ടികൾക്കും ഭിന്നശേഷിയുള്ളവർക്കും പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയാണ്
വടകര കേന്ദ്രത്തിന്റെ പ്രധാന ലക്ഷ്യം. പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ദുബായിലെത്തുന്നു. അൽ ഖൂസിലെ അൽ ഖെയിൽ മാളിൽ പ്രവർത്തിക്കുന്ന അമല മെഡിക്കൽ സെന്ററിൽ ഞായറാഴ്ച വരെ അദ്ദേഹത്തെ കണ്ട് ഹൃദയാരോഗ്യം പരിശോധിക്കാനുള്ള അവസരമുണ്ടാകും. മുൻകൂട്ടി ബുക്ക് ചെയ്ത് എത്തുന്നവർക്കാണ് ഇതിനുള്ള അവസരമുള്ളത്. ഇടവേള.